ഹലോ ഗൈസ്, ഞങ്ങളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കോഴിയുടെ കരളും വിങ്സും എല്ലാം കൂടി ഇട്ട് കറി വെക്കാൻ പോവുക. റോസ്റ്റ് പോലെ ചെയ്യാനൊക്കെ ഉണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, നാടൻ കുരുമുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ കല്ലുപ്പ് സാധാരണ എടുക്കുന്ന പോലെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങളൊരു ഉരുളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണം, അല്ലാതെ ഇഞ്ചി പച്ച ചവയ്ക്കും. ഇതിപ്പോൾ ഇഞ്ചി ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇതിനകത്തിൽ ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ചെറുതായി അരിഞ്ഞ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നൈസായിട്ട് വേണം അരിയാനും, പെട്ടെന്ന് വാടി വരാനൊക്കെ ഉണ്ട്. അല്ലാതെ കുറച്ച് സമയം എടുക്കും സവാള ഒന്ന് വാടി വരാനെ കൊണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ട് വെന്ത് ഒരു കുറച്ചുകൂടെ ഫ്ലെക്സിബിളായി വരത്തക്ക രീതിയിൽ ഒന്ന് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അതിന് വേണ്ടി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കല്ലുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അന്നേരം പെട്ടെന്ന് ഉപ്പിടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴണ്ട് വരും സവാള. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഏകദേശം അത് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ലിവറും വിങ്സും എല്ലാം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനകത്തിരുന്നിട്ട് ആവിയിലൊന്നും നന്നായിട്ട് വേകണം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് മുഖത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയെല്ലാം എല്ലാം ചിക്കൻ്റെ പീസിലും ലിവറിലും എല്ലാം നന്നായിട്ട് പിടിക്കാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കാനൊക്കെ ഉണ്ട് മസാല ഐറ്റംസ് എടുക്കുന്ന പറഞ്ഞാൽ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ ഒരു ടീസ്പൂൺ നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചിക്കൻ ഇപ്പോൾ അടച്ചു വെച്ചിരുന്നത് നന്നായിട്ട് ആവിയിലിരുന്ന് വെന്ത് മാംസമൊക്കെ ഉറച്ചിട്ടുണ്ട്. നല്ലപോലെ ലിവറൊക്കെ നന്നായിട്ടൊന്ന് കല്ലിച്ചിട്ടുണ്ട് ഇത് ആവിയിലിരുന്ന്. ഞാനതിൽ വെള്ളം നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിക്കാതാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നന്നായിട്ടതൊന്ന് ആവിയിലിരുന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇത് വറ്റി വരാനെ കൊണ്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ വിങ്സും ലിവറൊക്കെ കിടക്കുന്ന ആ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതാകുമ്പോൾ പെട്ടെന്നത് വെന്ത് വറ്റിക്കോളൂ. അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇത്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ലിവറും വിങ്സും എല്ലാം ഇട്ടുള്ള കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വറ്റിയിട്ടുണ്ട് സാധനം. നല്ല വൃത്തിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനെ കൊണ്ട്. നന്നായിട്ട് വറ്റി അരപ്പെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ച് ഇരിപ്പുണ്ട്. ഒരു 10 മിനിറ്റോടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്ന് വറ്റിക്കോളൂ അത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് വറ്റി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് കുറുകി എല്ലാം നന്നായിട്ട് വറ്റി ഇട്ടുണ്ട്. ഇനി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അടി പിടിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് ഇത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വിങ്സും
ലിവറും ഇട്ട് വെച്ച കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും വണക്കം.